സല്യൂട്ട് സജ്ജനങ്ങളെ. ആഭ്യന്തര വകുപ്പിന് കീഴിൽ പല വകുപ്പുകളുമുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പോലീസ്. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെയാണ് DGP ആയിട്ട് പോലീസിൻ്റെ തലപ്പത്ത് ഇരുത്തുക. രണ്ടാമത്തെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഓഫീസറെ ആയിരിക്കും മിക്കവാറും വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ DGP ആയിട്ട് നിയമിക്കുക. അപ്പോൾ വിജിലൻസിന് അത്ര പ്രാധാന്യമുണ്ട്. വളരെ വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കേരളത്തിൽ മുഴുവനും ഉള്ള സർക്കാർ ജീവനക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും ഒക്കെ അഴിമതി അന്വേഷിക്കുന്ന ഒരു വലിയ വകുപ്പാണ്. അഴിമതി മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ വേണമെങ്കിൽ വിജിലൻസ് ക്ലിയറൻസ് വേണം. അവർക്ക് എന്തെങ്കിലും മെഡലോ അതുപോലെ പുരസ്കാരങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ വിജിലൻസ് ക്ലിയറൻസ് വേണം. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർക്ക് വിജിലൻസ് ക്ലിയറൻസ് വേണം. അങ്ങനെ പല പാസ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദേശ ജോലിക്കായിട്ട് പോകണമെങ്കിലും ഒക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വിജിലൻസിൻ്റെ ഒരു ക്ലിയറൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ, അഴിമതി ഇല്ലാത്ത കറകളഞ്ഞ ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്തിട്ടാണ് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ നിയമിക്കുക. തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കോഴിക്കോട് അങ്ങനെ 3 റേഞ്ചുകൾ, എല്ലാ ജില്ലകളിലും SP-മാർ, കൂടാതെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1ഉം 2ഉം ഉണ്ട്, 2 ഉണ്ട്. പിന്നെ 3 റേഞ്ചുകളിലായിട്ട് സ്പെഷ്യൽ സെല്ലുകളും ഉണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കുന്നതും അതത് SP-മാരാണ്. വലിയ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കൂടി അതിൻ്റെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടെയുള്ള പല ഓഫീസുകളും വാടക കെട്ടിടങ്ങളിലായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ഓഫീസർ PMGയിലുണ്ടല്ലോ, അതേ കെട്ടിടത്തിലായിരുന്നു വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഹെഡ് ഓഫീസ്. ഡയറക്ടർ VACB എന്ന് പറയുന്ന അദ്ദേഹം ഹോർമിസ് തരകൻ സാറായിരുന്നു. കൂടാതെ CB മാത്യു സാർ ഒരു IG മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു DIG ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾ ആദ്യം 3 പേരായിരുന്നു. പിന്നെ ഒരു SP ഉണ്ടായിരുന്നു, ലീഗൽ ഓഫീസർ ഉണ്ടായിരുന്നു. കുറച്ച് നാൾക്ക് ശേഷമാണ് രമേശ് ചന്ദ്ര ഭാനു സാർ അവിടെ അടുത്ത 2ാമത്തെ IG ആയിട്ട് വരുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആനന്ദകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു DIG, അദ്ദേഹം ഇപ്പോൾ ADGP ആണ്, അദ്ദേഹവും DIG ആയിട്ട് അവിടെ ചാർജ് എടുത്തു. ഒരു 3-4 മാസത്തിന് ശേഷം വേറൊരു DIGയും കൂടി അവിടേക്ക് വന്നു, നിതിൻ അഗർവാൾ. അങ്ങനെ 6 പേരുടെ ഒരു വലിയ ഒരു ഗ്രൂപ്പായിരുന്നു വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ജോലികളും അന്ന് അവിടെ ചെയ്തിരുന്നു. വളരെ നൂതനമായിട്ടുള്ള, ഇതുവരെ ഒരിക്കലും പരീക്ഷിച്ചിട്ടില്ലാത്ത പല തരത്തിലുള്ള കാര്യങ്ങൾ വിജിലൻസിൻ്റെ പേര് മെച്ചപ്പെടാനും അതുപോലെ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അവബോധം സൃഷ്ടിക്കാനും അഴിമതിയുടെ തോത് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു വലിയ പരിശ്രമം ആ സമയത്ത് അവിടെ നടന്നിരുന്നു. തരകൻ സാർ ഒരു വളരെ നല്ല ലീഡറായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഓഫീസേഴ്സിനെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തും. ആ മീറ്റിങ്ങിൽ അദ്ദേഹം വിഭാവന ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതികൾ ഞങ്ങളോട് പറയുകയും ഞങ്ങളുടെ സജഷൻസ് ചോദിക്കുകയും ചെയ്യും. കൂടാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുറന്ന്, അതിനുപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ട കേസുകളുടെ അവലോകനം നടക്കും, അതിൻ്റെ പുരോഗതി വിലയിരുത്തും. ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരിടത്തും ഇതുപോലെയുള്ള ഒരാഴ്ച തോറുമുള്ള മീറ്റിങ്ങും താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സമന്വയവും ഒന്നും കണ്ടിട്ടില്ല ഞാൻ. കേന്ദ്രത്തിൽ ജോലി ചെയ്യുമ്പോഴും CBIയിൽ ജോലി ചെയ്യുമ്പോഴും വല്ലപ്പോഴും ഒക്കെയാണ് ഡയറക്ടർ നേരിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. അതിൽ SP-മാരെ ഒന്നും വിളിക്കാറേ ഇല്ല. ഡൽഹിയിൽ തന്നെ വല്ലപ്പോഴും ഒരു മീറ്റിംഗ് കൂടിയാൽ തന്നെ അവിടെയുള്ള ചില ഓഫീസേഴ്സ് അറ്റൻഡ് ചെയ്യും എന്നതൊഴിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുന്നത് ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും മാസത്തിലുള്ള ഒരു ക്രൈം റിവ്യൂ മീറ്റിംഗ് ആണ് നടക്കാറുള്ളത്. ഭരണ മേധാവിയാണെങ്കിലും ഒരു ഓഫീസ് മേധാവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഭരണകർത്താവാണെങ്കിലും അല്ലെങ്കിൽ ഒരു സീനിയർ ഓഫീസർ ആണെങ്കിലും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഒക്കെ ഒരു ആശയം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെയും നടപ്പിലാക്കുക എന്നതിലുപരി അത് എത്ര കണ്ടത് ഫലപ്രദമാക്കാം, അല്ലെങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം എന്താണ്, തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ഇതിനകത്ത് കൂടുതലായിട്ട് പറയാനുണ്ടോ, എത്ര കണ്ട് ഫലപ്രദമാകും, ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വരെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ചിന്തിക്കാറില്ല. ആ ഓഫീസറുടെ മനസ്സിലൂടെ ഒരു ആശയം തോന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നു. അതനുസരിച്ച് അത് പദ്ധതി രൂപകൽപ്പന ചെയ്ത് കാശ് മുടക്കി അതങ്ങ് ചെയ്യുകയാണ് പതിവ്. ചിലപ്പോൾ അത് പാളും, ചിലപ്പോൾ വഴി വെച്ച് നിന്നു പോകും, ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആകും. പക്ഷേ ഒരു അഭിപ്രായ സമന്വയത്തോടു കൂടി മുന്നോട്ട് നീങ്ങിയ വളരെ എളുപ്പം കാര്യങ്ങൾ സാധിക്കുന്നത് കണ്ടത് വിജിലൻസിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴാണ്. CBIയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് റെയ്ഡുകൾ നടത്തിയിരുന്ന കാര്യം ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
വിജിലൻസിൽ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. സർപ്രൈസ് ചെക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഒരു ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് വിജിലൻസ് ചാർജ് എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ഇതായിരുന്നു. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നമുക്ക് നടത്തിക്കഴിഞ്ഞാൽ ടീമുകളായിട്ട് വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസുകളിലും പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ അഴിമതി ഡിറ്റക്ട് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. ഈ ഓഫീസുകളെല്ലാം ഭാവിയിൽ എപ്പോഴാണ് വിജിലൻസ് വരുന്നത് എന്നുള്ള ഒരു പേടിയിൽ വളരെ കൃത്യമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുകയും ചെയ്യും. ആ സമയം മണൽ കടത്ത് വളരെ വലിയ ഒരു വാർത്തയായി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. പരാതികൾ ഒരുപാട് വന്നിരുന്നു. അനധികൃത മണൽ കടത്ത് തടയാനായിട്ട് ഒരു ഓപ്പറേഷൻ അന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് നടത്തിയിരുന്നു. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അനധികൃതമായിട്ട് മണൽ വാരുന്നത് പാസ്സില്ലാതെ പെർമിറ്റ് ഇല്ലാതെ കള്ളക്കടത്തിന് വേണ്ടി കടത്താൻ വേണ്ടിയിട്ട് മണൽ ഇങ്ങനെ വാരുന്ന പ്രക്രിയ തടയുന്ന ഒരു പരിപാടി വിജിലൻസും പോലീസും കൂടെ ചേർന്ന് ചെയ്തിട്ട് ഒരു 10-20ഓളം പ്രശ്നങ്ങളുള്ളത് കണ്ടുപിടിച്ചു. അതിൻ്റെ റിപ്പോർട്ട് സ്വാംശീകരിച്ച് പ്രിപ്പയർ ചെയ്ത് അയക്കാനായിട്ട് എന്നെയാണ് തരൻ സാർ ഏൽപ്പിച്ചത്. അദ്ദേഹം അതിനൊരു നല്ല പേര് വിട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സരസ്വതി എന്നായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാലോ, സരസ്വതി നദി എന്ന് പറയുന്നത് മനുഷ്യന്റെ ചൂഷണം കൊണ്ട് ഇല്ലാതായ നദിയാണ്. അല്ലെങ്കിൽ മണലൂറ്റിലൂടെ നമ്മുടെ പല നദീതടങ്ങളും നശിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാം എന്നുള്ള ഒരു വലിയ മെസ്സേജും കൂടെ നൽകുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഈ ഒരു റെയ്ഡിന് ഓപ്പറേഷൻ സരസ്വതി എന്ന പേരിട്ടത്. എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഞങ്ങൾ അങ്ങനെ ഒരുപാട് റെയ്ഡുകൾ നടത്തിയിരുന്നു. സംസ്ഥാന വ്യാപകമായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചൂസ് ചെയ്ത് അതിനകത്ത് നടക്കുന്ന ഓരോ അഴിമതി ഞങ്ങൾ ഒരു സോഴ്സ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പോലെ, അതായത് നമ്മൾ രഹസ്യമായിട്ട് ശേഖരിച്ച ഒരു അന്വേഷണ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് അതിനെ റെയ്ഡ് ചെയ്ത് ഒരുപാട് കേസുകൾ അങ്ങനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പേരുകൾ ഇട്ടിരുന്നത് എപ്പോഴും തരയൻ സാറ് തന്നെയായിരുന്നു. കോർപ്പറേഷൻ്റെ കീഴിലുള്ള വിവിധ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അതിൻ്റെ കീഴിലുള്ള കെട്ടിട നിർമ്മാണവും മറ്റ് നിർമ്മാണങ്ങളുടെയും ഒക്കെ പരിശോധനയിൽ അഴിമതി ഉണ്ട് എന്ന വിവരത്തിന് പുറത്ത് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയുടെ പേര് അദ്ദേഹം ഇട്ടത് ഓപ്പറേഷൻ നിർമ്മാൺ എന്നായിരുന്നു. അതുപോലെ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി പരിശോധിക്കാനായി സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പുകൾ കയറി റെയ്ഡ് നടത്തിയപ്പോൾ അതിനിട്ട പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ മാരുതി എന്നായിരുന്നു. കാറ്റ് പോലെ വീശിയടിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മാരുതി എന്നുള്ളൊരു കാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ 2-3 പണ്ണൊക്കെ ചേർത്തായിരുന്നു ആ ഒരു പേരിട്ടത്. കൂടാതെ നമ്മൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും കയറി ഒരു പരിശോധന നടത്തിയത് എക്സൈസിൻ്റെ ഓഫീസ് തലത്തിലുള്ള എന്തെങ്കിലും അഴിമതി ഉണ്ടോ എന്ന് നടത്തിയതിന് അദ്ദേഹം ഇട്ട പേര് ഓപ്പറേഷൻ സോമ എന്നായിരുന്നു. അതുപോലെ രണ്ടാമത് എക്സൈസിൻ്റെ തന്നെ വേറൊരു പരിപാടി ഞങ്ങൾ പുറത്ത് നടത്തിയായിരുന്നു. എക്സൈസിൻ്റെ ഫീൽഡ് ഡ്യൂട്ടിക്കിടയിലൂടെ അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ബാറുകളിൽ കയറി അല്ലെങ്കിൽ മദ്യശാലകളിൽ കയറി കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളൊരു പരിശോധന നടത്തിയത് ഓപ്പറേഷൻ സൂര എന്ന് അദ്ദേഹം പേരിട്ടു. സോമ സൂര എന്ന് പറയുന്ന 2 നമ്മുടെ പുരാതന ഇതിഹാസത്തിലുള്ള മദ്യങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ചെക്ക് പോസ്റ്റുകൾ റെയ്ഡ് ചെയ്ത ഒരു വലിയ സംഭവം ഓർമ്മയാണ്. അദ്ദേഹം സീനിയർ ഓഫീസേഴ്സിനെ എല്ലാവരെയും ഗ്രൂപ്പായിട്ട് തിരിച്ച് പോലീസുമായിട്ട് ചേർന്ന് രാത്രി 12 മണിക്ക് ശേഷമേ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞ് വിവിധ ചെക്ക് പോസ്റ്റുകളിലേക്ക് അയച്ചു. അമരവിള ചെക്ക് പോസ്റ്റാണ് എനിക്ക് കിട്ടിയത്. വാളയാർ ചെക്ക് പോസ്റ്റിലാണ് സിബി മാത്യു സാറും സംഘവും കൂടെ പോയത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിനകത്ത് എനിക്കൊന്ന് ആനന്ദകൃഷ്ണനും സംഘവും പോയി എന്ന് തോന്നുന്നു. അങ്ങനെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിനകത്ത് ഭാനുസാറും അദ്ദേഹത്തിൻ്റെ സംഘവും പോയി. പിന്നെ വേറെ 2 ചെക്ക് പോസ്റ്റുകളിനകത്ത് SP-മാരെ വിടുകയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ടീം രാത്രി 12 മണിക്ക് പോലീസ് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പോയപ്പോൾ അതൊരു വലിയ സക്സസ്സും വലിയ ന്യൂസും ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ചെക്ക് പോസ്റ്റുകൾ എന്ന് പറയുന്നത് അതിനകത്ത് കമേഴ്സ്യൽ ടാക്സസിൻ്റെ ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 ചെക്ക് പോസ്റ്റുകളിലും കയറിയുള്ള പരിശോധനയിലൂടെ ഒരുപാട് കൃത്രിമവും അഴിമതിയും ഞങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിച്ചു. അതിന് രാത്രി പോയതുകൊണ്ട് ആരും പ്രതീക്ഷിക്കില്ലല്ലോ. എനിക്ക് ഓർമ്മയുള്ളത് അമരവിള ചെക്ക് പോസ്റ്റിൽ ഞാൻ പോയപ്പോൾ റെസ്റ്റ് റൂം കയറി പരിശോധിച്ചു. ഞങ്ങൾ ഓഫീസേഴ്സ് ടേൺ ഡ്യൂട്ടി കഴിയുമ്പോൾ പോയി റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ഉണർത്തി ഞങ്ങൾ ഇന്ന വിജിലൻസ് ഓഫീസറാണ്, ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കണ്ടിട്ടൊരു പെണ്ണാണല്ലോ, അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നും ആയില്ല. ആദ്യം തർക്കിക്കാനൊക്കെ വന്നു. പക്ഷേ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം ഉറങ്ങിയ തലേണയുടെ അകത്ത് ഇങ്ങനെ കെട്ടുകണക്കിന് രൂപ, തലേണ ചുമ്മാ എടുത്ത് മാറ്റിയപ്പോൾ നല്ല വെയിറ്റും ഇങ്ങനെ ശബ്ദം, ഈ പേപ്പർ ഇങ്ങനെ ഒലയുന്ന ശബ്ദവും കേട്ട് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ രൂപ കണ്ടു. എനിക്ക് തോന്നുന്നു ഏകദേശം 40,000 അടുപ്പിച്ചുള്ള കറൻസി നോട്ടുകൾ അതിനകത്ത് തന്നെ ഒളിപ്പിച്ച് വെച്ച നിലയിൽ കണ്ടായിരുന്നു. വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് നല്ല ഒരു പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ആക്റ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്തതിന്.
അഴിമതി തടയുക എന്നുള്ളതിനൊരു പുതിയ മാനം വന്നതും ആ സമയത്താണ്. വിവിധ വകുപ്പുകളിൽ പോയി അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്ന് ഉറപ്പാക്കുകയും അതത് ഓഫീസിലെ ഹെഡുമായിട്ട് സംസാരിച്ച് അവിടുത്തെ അഴിമതിക്കാരായിട്ടുള്ള ഓഫീസേഴ്സിനെ പറ്റിയിട്ടൊരു ലിസ്റ്റ് കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതും ആ സമയത്താണ്. ഏകദേശം മോഡേണൈസേഷനിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആദ്യമായിട്ട് സർവെയിലൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു. അതായത് ക്യാമറ, ചെറിയ ചെറിയ ക്യാമറകൾ നമ്മൾ ഉടുപ്പിൽ ഡ്രസ്സിലൊക്കെ കുത്തി വയ്ക്കാൻ പറ്റുന്ന ക്യാമറകൾ, അതുമായിട്ട് പോയിട്ടായിരുന്നു ട്രാപ്പ് കേസുകൾ പിടിച്ചിരുന്നത്. അപ്പോൾ നല്ല എവിഡൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ ഫോൺ മോണിറ്ററിങ് യന്ത്രങ്ങൾ, ടെലിഫോൺ കോൺവെർസേഷൻസിലൂടെ സംസാരിക്കുമ്പോൾ നമുക്കത് ടേപ്പ് ചെയ്തെടുക്കാവുന്ന, റെക്കോർഡ് ചെയ്തെടുക്കാവുന്ന സംവിധാനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കുറച്ചധികം പർച്ചേസുകൾ മോഡേണൈസേഷനിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങാനായി. അതും തരകൻ സാറ് എന്നെയും ഉൾപ്പെട്ട ഒരു ടീമിൽ ഏൽപ്പിക്കുകയും ഞങ്ങൾ പോയി പല സ്ഥലത്തായി പോയി അതൊക്കെ പരിശോധിച്ച് നല്ല നല്ല കുറച്ച് എക്യുപ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് അഴിമതിയെ നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. വിജിലൻസിന് ഒരു മാനുവൽ അന്നേരം ഉണ്ടായിരുന്നില്ല. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചിരുന്നത് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരവും പല സർക്കുലർ പ്രകാരവുമായിരുന്നു, ഡയറക്ടർമാർ ഇട്ടിട്ടുള്ള സർക്കുലർ പ്രകാരവുമായിരുന്നു. അതുപോരാ, നമുക്കൊരു പ്രത്യേകമായിട്ടൊരു മാനുവൽ വേണം, അതാണ് നമ്മുടെ ചട്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാനുവൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സംഘം, ഒരു ടീം ഓഫ് ഓഫീസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വർഷം കൊണ്ട് മാനുവൽ കംപ്ലീറ്റ് എഴുതി ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അത് ചർച്ച ചെയ്ത് അത് വേണ്ട മാറ്റങ്ങൾ വരുത്തി അവസാനം ഒരു പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് മുഖ്യമന്ത്രി പുറത്തിറക്കിയ ഒരു സംഭവവും നല്ല ഓർമ്മയാണ്. കേരളത്തിൻ്റെ വിജിലൻസ് മാനുവൽ കണ്ടിട്ടാണ് തമിഴ്നാട് വിജിലൻസുകാരും കർണാടക വിജിലൻസുകാരും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന മാനുവലിൻ്റെ കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോയത്. അവർക്കും ഇതുപോലെ വിജിലൻസ് മാനുവൽ വേണം എന്ന് പറഞ്ഞിട്ട്. എല്ലാത്തിലും ഒരു വഴികാട്ടിയും ഒരു മുൻഗാമിയും ആ സമയം കേരള വിജിലൻസ് ആയിരുന്നു എന്നതിൽ വളരെയധികം അഭിമാനിക്കുന്നു. പിന്നെ വിജിലൻസിന് ഒരു പ്രത്യേകമായ എംബ്ലമോ ഒരു മോട്ടോയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്ന സമയത്ത് തരകൻ സാറ് തന്നെ ഒരു നല്ല എംബ്ലം വിഭാവന ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല ഒരു എംബ്ലം, വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ എംബ്ലം ആ സമയം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിനൊരു മോട്ടോ വേണമല്ലോ, ഒരു ആപ്തവാക്യം, താഴെ ഒരു വാക്ക് വേണമല്ലോ. പോലീസിന് സത്യമേവ ജയതേ എന്നൊക്കെ ഉള്ളതുപോലെ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഇരുന്ന് കുറേ ആൾക്കാരോട് സംസാരിച്ചു. ഞങ്ങളൊക്കെ പറഞ്ഞു പല കാര്യങ്ങളൊക്കെ. അവസാനം ഭഗവത്ഗീതയിലെ നിയതം കുരു കർമ്മത്വം എന്ന ഒരു വാക്യം, നമ്മൾ നമ്മുടെ ജോലി ഇറസ്പെക്റ്റീവ് ഓഫ് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവുമോ അത് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. വിജിലൻസിന് വേണ്ടി പ്രത്യേകം ഒരു ഫ്ലാഗ് ഉണ്ടാക്കുകയും ഒരു ദിവസം, വർഷത്തിലൊരു ദിവസം റൈസിംഗ് ഡേ എന്ന് പറഞ്ഞ് വിജിലൻസ് ദിനമായിട്ട് കൊണ്ടാടുകയും ചെയ്തു. വിജിലൻസ് ഒരു പ്രത്യേക വകുപ്പായിട്ട് ആദ്യമായിട്ട് രൂപാന്തരപ്പെട്ട ദിവസമായിരുന്നു വിജിലൻസ് റൈസിംഗ് ഡേ ആയിട്ട് കൊണ്ടാടിയത്. അതിന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വിജിലൻസിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന ഒരു ഉത്സവം പോലെ പല കലാപരിപാടികൾ, പല ചർച്ച, CM വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ഒരു സെമിനാർ, വലിയ വലിയ ആൾക്കാർ വന്ന് വിജിലൻസിലെ അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുകയും അതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിജിലൻസിൻ്റെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തതും. അന്ന് രാവിലെ ഏകദേശം ഒരു 6:30 മണി അടുപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ട ഓട്ടം നടത്തിയായിരുന്നു തിരുവനന്തപുരത്തൂടെ. വിജിലൻസിനെ പറ്റിയിട്ട് ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് MK ജോസഫ് സാർ എന്ന റിട്ടയർഡ് DGP ആയിരുന്നു. അദ്ദേഹം വളരെ ഇതുപോലെ എക്സസൈസിനൊക്കെ നല്ല പ്രാധാന്യം നൽകിയിരുന്ന ആളാണല്ലോ, കായിക ബലത്തിനുമൊക്കെ. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. 2-3 പേരൊക്കെ VIP മാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ വിജിലൻസിൻ്റെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഞങ്ങൾ ഓടി. അപ്പോൾ ഓടിയപ്പോൾ എല്ലാവരും വളരെ വേഗത്തിൽ സ്പീഡ്, ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ വെച്ചു ചെറിയ സ്പ്രിൻറ്റ് പോലെ ആയിരിക്കുന്നു വെച്ചു. പക്ഷേ തരകൻ സാറ് നേതൃത്വം നൽകിയതുകൊണ്ട് അദ്ദേഹം നല്ല സ്പീഡിൽ അങ്ങ് മുമ്പോട്ട് ഓടി, ബാക്കി എല്ലാവരും കൂടെ സ്പീഡിൽ ഓടി പുറകെ. അവസാനം എനിക്കങ്ങോട്ട് ഓടി എത്താൻ പറ്റിയില്ല സമയത്തിന്. കുറേ കളിയാക്കലൊക്കെ പിന്നീട് കേൾക്കേണ്ടി വന്നു. തരകൻ സാറ് വളരെ സ്നേഹമായിട്ടും ഫ്രണ്ട്ലി ആയിട്ടുമാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും വേണ്ട സമയത്ത് അദ്ദേഹം വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ സോഴ്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തരണം, അതനുസരിച്ച് നമുക്ക് വിജിലൻസിൻ്റെ എന്തെങ്കിലും കേസുകൾ എടുക്കുകയും പരിശോധന നടത്തുകയൊക്കെ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ടീമും ഒക്കെ കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്ത ഒരു ഇൻഫർമേഷൻ, ഒരു രഹസ്യ വിവരം എന്ന് പറയുന്നത് തിരുവനന്തപുരം റൂറലിൽ പാസ്പോർട്ട് അപേക്ഷകൾ സ്വീകരിക്കുമ്പോൾ അതുപോലെ വേരിഫിക്കേഷൻ നടക്കുമ്പോഴും ഒക്കെ വളരെയധികം കൈക്കൂലി വാങ്ങുന്നു. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചാണ് കൈക്കൂലി വാങ്ങുന്നത്. അതിൻ്റെ ഒരു പങ്ക് വളരെ സീനിയർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പൊതുവേ വിജിലൻസ് കയറി അങ്ങനെ പരിശോധിക്കാറില്ല. പോലീസ് ഓഫീസേഴ്സ് കൈക്കൂലിയൊക്കെ വാങ്ങിക്കുകയോ ചോദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല തെളിവുണ്ടെങ്കിൽ പിടിക്കും എന്നല്ലാതെ കയറി ഒരു റെയ്ഡ് നടത്തി ഒരു പരിശോധന നടത്തുക എന്ന് പറയുന്നത് ചെയ്തിട്ടില്ല.
അപ്പോൾ അതിനാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ ഒരു ചെറിയ നോട്ട് അദ്ദേഹത്തിന് കൊടുത്തു. ഇങ്ങനെ തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ ഇങ്ങനെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ സമയത്ത് അത് അതിന് വേണ്ടി പോകുന്നവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങാറുണ്ട്, 2000 രൂപ തൊട്ട് 5000 രൂപ വരെ വാങ്ങുന്നു എന്നാണ് വിവരം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞില്ല. 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പത്രത്തിലൂടെ അറിയുകയാണ്, സിബി മാത്യു സാറിൻ്റെ ഒരു നേതൃത്വത്തിലൊരു ടീം പോയി തിരുവനന്തപുരം റൂറൽ ഓഫീസ് റെയ്ഡ് ചെയ്ത് പാസ്പോർട്ട് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിക്കുന്ന അഴിമതി അന്വേഷിച്ചിട്ട് വളരെ ഒരുപാട് അഴിമതി കണ്ടുപിടിച്ചു. SP അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു ആ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ. അത് പത്രങ്ങളിലൂടെ ഇങ്ങനെ സിബി മാത്യു സാറിൻ്റെ പേര് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷനാണ്, തരയൻ സാർ അത് ഓർഡർ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ പേര് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ സാറിൻ്റെ അടുത്ത് വഴക്കിടാൻ ചെന്നു. ഞാൻ പറഞ്ഞു, സാർ എന്തൊരു പരിപാടി കാണിച്ചത്, ഞാൻ തന്ന റിപ്പോർട്ടിൻ്റെ ബേസിസിൽ സാർ എന്താ സിബി മാത്യു സാറിനെ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തരയൻ സാറ് മുഖമൊക്കെ ചുവന്നെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കൃത്യമായിട്ടുള്ള റീസൺ. സാറ് പറഞ്ഞത് ശ്രീലേഖ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ദർ ഇസ് സംതിങ് കോൾഡ് നീഡ് ടു നോ. സോ എവറിബഡി നീഡ് നോട്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നീഡ് ടു നോ ബേസിസിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് സാധാരണ തരയൻ സാറ് വഴക്ക് പറഞ്ഞാലും വലുതായിട്ട് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഞാൻ എന്ത് എന്തൊരു പരിപാടിയാണ് സാറി കാണിക്കുന്നത്, നീഡ് ടു നോ എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയുകയില്ല, കേട്ടിട്ടും ഇല്ല. അതിന് മുമ്പ് അതിനെപ്പറ്റി പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നത്. അതായത് അറിയേണ്ട ആൾക്കാർ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുമെന്നൊക്കെയാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ചെയ്യുമ്പോൾ അത് അറിയേണ്ട ആൾക്കാർ മാത്രം അറിയുന്നതാണ് എപ്പോഴും സേഫ് എന്നുള്ള മട്ടിൽ. ഇത് ഞാൻ കുറച്ച് നാളെ തരയൻ സാറത്ത് വലിയ ദേഷ്യമായിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ദിവസം സിബി മാത്യു സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീലേഖ ഇതുപോലെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു അല്ലേ. ഞാനാണ് ആദ്യമായിട്ട് തരയൻ സാറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഉണ്ട്. ശ്രീലേഖ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനും തരയൻ സാറും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൊട്ട് ഞാൻ പറയുന്ന കാര്യമാണ് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇതുപോലെ ഒരു അഴിമതി നടക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ റെയ്ഡ് ചെയ്യേണ്ടത് പോലീസ് ഓഫീസാണ്, അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനും കൂടെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ സാറും കൂടെയൊക്കെ പറഞ്ഞത് കൊണ്ട് അത് വൈകിപ്പോയതാണ്. പക്ഷേ ശ്രീലേഖയും കൂടി ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ സാറിന് മനസ്സിലായി ശരിയായിരിക്കാം എന്ന് പറഞ്ഞ് എന്നെ അത് ഏൽപ്പിക്കുമായിരുന്നു. അപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്തത്. എനിക്കറിയില്ലായിരുന്നു സിബി മാത്യു സാർ എനിക്ക് മുമ്പേ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരയൻ സാറിന് കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. സിബി മാത്യു സാറും പറഞ്ഞിട്ടില്ല, തരയൻ സാറും പറഞ്ഞിട്ടില്ല. SP-ക്കെതിരെ ഉള്ള ഒരു അഴിമതി അന്വേഷിക്കുമ്പോൾ ഒരു DIG പോകുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ ഒരു IG, കുറച്ചും കൂടെ സീനിയർ ലെവലിലുള്ള ഒരു IG പോകുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് സിബി മാത്യു സാറിനെ ഏൽപ്പിച്ചത് എന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലാകുകയും ഞാൻ സാറിനോട് ദേഷ്യപ്പെട്ടാൽ എനിക്ക് വലിയ കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ തോന്നുകയും ചെയ്തു. ഹോർമിസ് തരയൻ സാറ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ചെയ്തിരുന്ന വേറൊരു വലിയ കാര്യം വിജിലൻസിന് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമമായിരുന്നു. അന്ന് വികാസ് ഭവൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം ഇരുന്നത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആസ്ഥാന മന്ദിരം പണിയാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കിട്ടുകയും ഒരു പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഇങ്ങനെ മോളും കീഴും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ വളരെ നല്ലൊരു കെട്ടിടം അദ്ദേഹം പ്ലാൻ ചെയ്ത് അതിനകത്ത് എല്ലാ വെള്ളിയാഴ്ച മീറ്റിങ്ങുകളിലും ആ പ്ലാനും ചർച്ച ചെയ്യുമായിരുന്നു. ഓരോ സ്ഥലം എവിടെയായിരിക്കണം, ഓരോ ഓഫീസേഴ്സിൻ്റെ മുറികളിൽ എന്തൊക്കെ സൗകര്യം ഉണ്ടായിരിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം ഓഫീസിൽ എന്നൊക്കെ പറയുകയും CBIയിൽ മാൽഖാന എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു മുറി എന്ന് പറയുന്നത് സെക്യൂറായിട്ട് നമ്മുടെ സീസ്ഡ് ആർട്ടിക്കിൾസും വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ വേണമെന്ന് പറയുകയും അങ്ങനെയുള്ള പല ഡെവലപ്മെൻറ്റ് ഇപ്പോൾ പാർക്കിങ്ങിനുള്ള സൗകര്യം, കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് ഒരു സ്വന്തമായിട്ടൊരു കെട്ടിടം കംപ്ലീറ്റ് രൂപകൽപ്പന ചെയ്ത് പണി തുടങ്ങി. ഞാനും വിജിലൻസിൽ നിന്ന് പോയതിനു ശേഷമാണ് ആ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതെങ്കിലും അതിൻ്റെ പണിയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജിലും തരയൻ സാർ പേഴ്സണലായിട്ടൊരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തിരുന്നു എന്നതും ഓർക്കുന്നു. ഏകദേശം 1 വർഷം തരയൻ സാറ് വിജിലൻസിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷം ഡയറക്ടർ വിജിലൻസ് ആയിട്ട് നിയമിതനായത് ഉപേന്ദ്ര വർമ്മ IPS സാറായിരുന്നു. വിജിലൻസ് ഡയറക്ടറായിട്ട് അദ്ദേഹം വരുമ്പോഴും ഈ സിസ്റ്റം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. തരയൻ സാറ് തുടങ്ങി വെച്ച പലതും അതേ രീതിയിൽ, അതേ സ്പീഡിൽ, അതേ ഉഷാറോടുകൂടി അത് മുന്നോട്ട് പോയി. അദ്ദേഹവും ഇതുപോലെ വെള്ളിയാഴ്ചകളിൽ മീറ്റിങ്ങുകൾ നടത്തി പല പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് ഞങ്ങളെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. സംസ്ഥാന വ്യാപകമായിട്ടുള്ള സർപ്രൈസ് ചെക്കുകൾ നടത്തുകയും കൂടാതെ നല്ല നല്ല കേസുകൾ ഒരുപാട് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തിരുന്ന സമയമായിരുന്നു. അങ്ങനെ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ഞാൻ ജോലി ചെയ്ത സമയം വളരെ നല്ല രീതിയിൽ വകുപ്പ് മുന്നോട്ട് പോവുകയും ഒരു ടീമായിട്ട് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന വകുപ്പിൻ്റെ പേര് ഒരു നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ജനങ്ങൾക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് മതിപ്പും അഴിമതിക്കാരായിട്ടുള്ള സർക്കാർ ജീവനക്കാർക്ക് എപ്പോഴും ഒരു ഭയവും ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു.
സസ്നേഹം ശ്രീലേഖ.